ശ്രീ പരമേശ്വരന്റെ ജന്മനാളായ തിരുവാതിരയിൽ സ്ത്രീകൾ വ്രതവിശുദ്ധിയോടെ തിരുവാതിര കളിയും പാതിരാപ്പൂ ചൂടലും അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കുചേർന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഉറക്കമൊഴിച്ചു തിരുവാതിര കളിക്കുന്ന പരമ്പരാഗത രീതിയിൽ തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ തിരുവാതിര ആഘോഷം നടന്നത്. പഴമയും പാരമ്പര്യവും ഒപ്പം പുതുമയും ഒത്തുചേർന്നപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരേ മനസ്സോടെ തിരുവാതിര കളിയിൽ പങ്കുചേർന്നു. വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും ആഭിമുഖ്യത്തിലും വീടുകളിലും ധനുമാസ തിരുവാതിര ആഘോഷം നടന്നു. മകയിരം നാളിൽ എട്ടങ്ങാടി നിവേദിച്ച് തിരുവാതിര നാളിൽ നോമ്പ് നോറ്റ് രാത്രി തിരുവാതിര കളി എന്നതാണ് പതിവെങ്കിലും ഇത്തവണ ശനിയാഴ്ച വൈകിട്ട് തന്നെ തിരുവാതിര നാൾ തീരുന്നതുകൊണ്ട് എട്ടങ്ങാടിയും തിരുവാതിര കളിയും പാതിരാപ്പൂ ചൂടലും വെള്ളിയാഴ്ച നടന്നു. തിരുവാതിര നക്ഷത്രം ശനിയാഴ്ച വൈകിട്ട് 5:28 അവസാനിക്കുന്നതിനാൽ തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വെള്ളിയാഴ്ച രാത്രി തന്നെ നടക്കുകയായിരുന്നു. മകയിരം നാളിൽ മക്കളുടെ ഐശ്വര്യത്തിനായി നോമ്പെടുക്കുമ്പോൾ തിരുവാതിര നാളിൽ വിവാഹിതരായ സ്ത്രീകൾ നെടുമംഗലത്തിനും കന്യകമാർ ഉത്തമ ഭർതൃപ്രാപ്തിക്കുമായാണ് വ്രതമെടുക്കുന്നത്. കിടങ്ങൂരിൽ ഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ തിരുവാതിര കളിയും ആഘോഷങ്ങളും നടന്നു. എട്ടങ്ങാടി നിവേദ്യത്തിനെ തുടർന്ന് നടന്ന തിരുവാതിര കളിയിൽ സ്ത്രീകൾ ഒത്തുചേർന്ന് പാട്ടും കളികളുമായി ആഘോഷം വർണ്ണാഭമാക്കി. വിവാഹം കഴിഞ്ഞ് ആദ്യം എത്തുന്ന തിരുവാതിര പൂത്തിരുവാതിരയായി ആഘോഷിക്കുന്നതും ആഹ്ലാദകരമായി. കുറിച്ചിത്താനം NSS വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കരയോഗം ഹാളിൽ വെള്ളിയാഴ്ച രാത്രി എട്ടങ്ങാടി നിവേദ്യവും തിരുവാതിര കളിയും പാതിരാപ്പൂ ചൂടലും നടന്നു. സവിശേഷതകളോടെ തയ്യാറാക്കിയ തിരുവാതിര പുഴുക്ക് വിതരണവും നടന്നു. കുറിച്ചിത്താനം ശ്രീലക്ഷ്മി വനിതാ സമാജം പ്രസിഡന്റ് രേഖ പ്രദീപ്, സെക്രട്ടറി ദയാ ജ്യോതി എന്നിവരുടെ നേതൃത്വത്തിലാണ് കരയോഗം ഹാളിൽ തിരുവാതിര ആഘോഷം നടന്നത്. തിരുവാതിര ആഘോഷങ്ങളുടെ ഭാഗമായി ഇലക്കാട് NSS കരയോഗം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിര കളിയും തിരുവാതിര പുഴുക്ക് വിതരണവും നടന്നു. ഏറ്റുമാനൂർ ടൗൺ NSS കരയോഗം മഹിളാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര കളി നടന്നു. തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി വ്രതമെടുത്ത ആഘോഷങ്ങൾ നടത്തുമ്പോൾ ആചാരത്തനിമയോടെയാണ് മകയിരം തിരുവാതിര ദിനങ്ങളിലെ ചടങ്ങുകൾ ക്രമീകരിക്കുന്നത്. പരമശിവന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു എന്നാണ് ഐതിഹ്യം. മഞ്ഞണിഞ്ഞ ധനുമാസത്തിലെ നിലാവിൽ കുളിച്ച രാത്രിയിൽ തിരുവാതിരപ്പാട്ടിന്റെ ഈണത്തിനൊപ്പം ചുവടുവെച്ച് സ്ത്രീകളുടേത് മാത്രമായ ആഘോഷം ഓരോ വർഷവും പുതുമ നിറഞ്ഞതായി മാറുകയാണ്. കണ്ണാന്തളിപ്പൂവ് കൊണ്ട് കരിമഷി എഴുതിയ രാവിൽ മുടിയിൽ മുല്ലപ്പൂ ചൂടി തുളസിക്കതിർ വെച്ച് കസവും മുണ്ടുടുത്ത് നിലവിളക്കിന് മുന്നിൽ തിരുവാതിര കളിക്കാൻ ഒരുങ്ങുന്ന സ്ത്രീകൾ മലയാള തനിമ നിറഞ്ഞ ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ ഐതിഹ്യങ്ങളും ഭക്തിയും വിശ്വാസവും ആചാരങ്ങളും മുതിർന്നവർക്കൊപ്പം പുതുതലമുറയും ഏറ്റെടുത്ത് ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്.